നിലനിർത്തുന്ന സ്വരൂപങ്ങൾ എന്തൊക്കെ, ആചാരങ്ങൾ എന്തൊക്കെ എന്ന് പണ്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സൂക്ഷ്മത ഒന്ന് പറഞ്ഞു തരണം എന്ന് പ്രത്യേകം ഉദ്ധവനാവ് അഭ്യർത്ഥിച്ചപ്പോഴാണ് അടുത്ത 2 അധ്യായമായിട്ട് വർണ്ണാശ്രമധർമ്മങ്ങൾ സപ്തമസ്കന്ധത്തിൽ വിസ്തരിച്ച് പറഞ്ഞ ഭാഗമാണ്. അത് ഇവിടെ നിന്ന് വളരെ ചുരുക്കിയിട്ട് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുക. അതിൽ അടുത്ത അധ്യായത്തിൽ വർണ്ണധർമ്മം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ധർമ്മങ്ങൾ എല്ലായിടത്തും കാണും. എല്ലായിടത്തും അങ്ങനെയാണ് അത് നിലനിൽക്കുള്ളൂ. ചിലർ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യും, അവര് ബ്രാഹ്മണ ധർമ്മം ചെയ്യണമെന്ന് പറയാം. ഇപ്പൊ ഒരു സപ്താഹം തന്നെ ഇവിടെ പരിപാടി നടത്തുകയാണെങ്കിൽ തന്നെ എത്ര കാര്യങ്ങൾ സംഘടിപ്പിക്കാണ്ട്. അതില് വിഭവ സമാഹാരം, പല സാധനങ്ങൾ വേണം. ഈ പന്തല് പണിയണം, അടുക്കളയിൽ വേണ്ട സാധനങ്ങൾ കൊണ്ടുവരണം. ഇതൊക്കെ ഇവിടെ എത്തിക്കണ്ടേ? അതിന് ചിലവർ ശ്രമിക്കണം. അത് വൈശ്യന്മാരുടെ ധർമ്മം അനുഷ്ഠിക്കണം. പിന്നെ ഇതിനെ നിയന്ത്രിച്ചിട്ട് വേണ്ട രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് രാജധർമ്മം അനുഷ്ഠിക്കുന്നവർ ചിലവര്. പിന്നെ എന്താച്ചാ ആരാച്ചാ എന്ത് പറഞ്ഞാലും കേൾക്കും, അതിങ്ങനെ കേൾക്കുന്ന അത് ശൂദ്രധർമ്മം. ഇങ്ങനെ ഒരു ഏത് വിഷയം നോക്കിക്കോളൂ, എവിടെ വേണം നോക്കിക്കോളൂ, അവിടെ ഈ 4 ധർമ്മങ്ങളുണ്ടെങ്കിലേ അത് നിലനിൽക്കുള്ളൂ. ഇതവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരും. അതാത് ധർമ്മങ്ങൾ അവരവര് നേരെ ചെയ്താൽ അതിനനുസരിച്ച് ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് നന്നായിട്ട് നടക്കും. ഈ ലോകമാകുന്ന തറവാട് അത് നേരെ നടക്കണമെങ്കിൽ വർണ്ണാശ്രമധർമ്മം വേണം. അതാണ് വർണ്ണധർമ്മത്തെ കുറിച്ച് പറയണു. പിന്നെ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി തുടങ്ങിയിട്ടുള്ള ആശ്രമം. ആ ആശ്രമം എന്തിനാ? ഒരു വ്യക്തിയെ പരിപക്വമാക്കാൻ. അതാത് സമയത്ത് വേണ്ടത് അതാത് സമയത്ത് തന്നെ വേണം. നാളെ വന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യാനുള്ള വ്യവസ്ഥ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതാണ് ആശ്രമങ്ങൾ എന്നും പറഞ്ഞിട്ടാണ് അടുത്ത 2